ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അംബ്രല്ല പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഫങ്ഷൻ വെയർ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് അംബ്രല്ല പലാസോ പാൻറ്റാണ്. ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുന്നത്. ലൈനിങ് കൊടുത്തും അല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ മോഡൽ പാൻറ്റ് ചെയ്യാനായിട്ട് ശരിക്കും വീതി കൂടുതലുള്ള മെറ്റീരിയലാണ് വേണ്ടത്. എന്നാൽ ഞാനിവിടെ 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഒരു ജോയിൻറ്റ് വരും എന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടൊരു കുഴപ്പവുമില്ല. അത് പെട്ടെന്ന് എടുത്ത് കാണിക്കത്തൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് 4 മീറ്റർ ക്ലോത്ത് ഉണ്ട്. 3 മീറ്ററാണ് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി 1 മീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. തുണി നമുക്ക് 4 ആക്കി മടക്കിയിടാം. സാധാരണ നമ്മൾ ആദ്യം നീളത്തിലും പിന്നെ വീതിക്കുമല്ലേ മടക്കാറുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആദ്യം നമുക്ക് നീളത്തിൽ മടക്കാം, പിന്നീട് ക്രോസ് ആയിട്ടാണ് മടക്കി കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചെറിയ പീസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കുന്നതെന്ന്. മൊത്തം തുണിയെ നമുക്ക് നീളത്തിൽ ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് മടക്കുവശം വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ്. ശേഷം 2 കൈയും 2 അറ്റത്തായിട്ട് ഇതുപോലെ പിടിക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇനി ഈ മടക്കുവശം ഉണ്ടല്ലോ, അത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാക്കി ഇട്ട് കൊടുക്കാം. ഇതൊരു കട്ട് പീസ് ആയതുകൊണ്ടാണ് നമുക്ക് ടേബിളിൽ ഇതുപോലെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതല്ലെങ്കിൽ താഴെ വിരിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതേ തുണി നമ്മൾ 4 ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മടക്ക് വശം വരുന്നത് നമ്മുടെ നിൽക്കുന്ന ഭാഗത്താണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ സൈഡും വരുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ 1-2 പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരവണ്ണം നോക്കാം. അതായത് പാൻറ് ഇടുന്ന ഭാഗത്തെ ചുറ്റളവാണ് എടുക്കേണ്ടത്. ടേപ്പ് ടൈറ്റായിട്ട് പിടിച്ചും ലൂസായിട്ട് പിടിച്ചും അളവെടുക്കരുത്. കറക്റ്റായിട്ടുള്ള ചുറ്റളവാണ് എടുക്കേണ്ടത്. ഇവിടെ 42 എനിക്ക് വേണ്ടത്. 42ൻ്റെ 4ൽ 1 ഭാഗം കാണണം. അതായത് തുണി നമ്മൾ 4 ആക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.5 അതിൻ്റെ കൂടെ 3 ഇഞ്ച് നമുക്ക് ലൂസ് ആഡ് ചെയ്യാം. കുട്ടികൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. അതിന് മേലുള്ളവർക്ക് 2 ഇഞ്ച് കൊടുക്കാം. XL, XXL ഒക്കെ വരുമ്പോൾ 3 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 13.5 ഇഞ്ചാണ്. മേൽഭാഗത്തു നിന്ന് ടേപ്പ് നമുക്ക് എവിടെയാണോ ടേപ്പിൽ 13.5 കിട്ടുന്നത് ആ ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കാം 13.5 തന്നെ അല്ലേന്ന്. അതിൽ നിന്ന് കൂടാതെ ശ്രദ്ധിക്കുക. ഇനി 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ചുരുക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അവിടെ നിന്നും താഴേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന ഫുൾ ലെങ്ത്ത് 41 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ചിൻ്റെ ബാൻഡ് ഉൾപ്പെടെയാണ് 41 ഇഞ്ച്. ബാൻഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ 41ൽ നിന്ന് ബാൻഡിൻ്റെ 1 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണ് എടുക്കേണ്ടത്. കൂടെ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 41.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 41.5 ലെങ്ത്തും മേൽഭാഗത്തെ ബാൻഡിന് നമുക്ക് സീം അലവൻസ് അടക്കം 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇനി ആ ലൈനിൽ നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ 41.5 എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ടേപ്പിനെ നമുക്ക് ഇതുപോലെ പതുക്കെ മൂവ് ചെയ്ത് താഴ്ഭാഗത്ത് 41.5 ഇഞ്ചിൽ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റിനും നമ്മൾ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഓപ്പൺ സൈഡിലാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാനുള്ളത്. ടേപ്പ് നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കണം. കാരണം ബാൻഡ് ഉൾപ്പെടെയാണ് നമുക്ക് 15 ഇഞ്ച് വേണ്ടത്. അതായത് അരവണ്ണം മാർക്ക് ചെയ്തതിൻ്റെ 1 ഇഞ്ച് മേലെ നിന്ന് ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആം ഹോൾ കർവൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി താഴെ 2 പീസിലാണ് നമുക്ക് ഫുൾ ലെങ്ത്ത് 41.5 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. ബാക്കി വരുന്ന 2 പീസിൽ ഫുൾ ലെങ്ത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്ത് എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസ് ഉണ്ടല്ലോ, ആ പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വേണം വെച്ച് കൊടുക്കാൻ. കാരണം നമുക്ക് 2 പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണമല്ലോ, അതിനു വേണ്ടി 1/2 ഇഞ്ചിൽ കയറ്റി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് മേൽഭാഗത്തെ പീസിനെ ഇതുപോലെ പൊന്തിച്ച് വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നോക്കാം താഴത്തെ ലെങ്ത്ത്. എന്നിട്ട് അതുപോലെ ഓരോ പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് റൗണ്ടിൽ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചുറ്റിൽ നമുക്ക് 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസിനെയും ലെങ്ത്ത് കുറവുള്ള 2 പീസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഭാഗത്ത് കൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള 2 പീസുകൾ 41.5 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി മേൽഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ അരവണ്ണം ഒരു മടക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 13.5 ഇഞ്ചാണ്. അപ്പോൾ 13.5 + 13.5 ടോട്ടൽ 27 ഇഞ്ച് നമുക്ക് ഒരു സൈഡിൽ വേണം. അതുപോലെ തന്നെ മറ്റേ സൈഡിലും 27 ഇഞ്ചിൻ്റെ ബാൻഡാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ 27 ഇഞ്ചിൻ്റെ 2 ബാൻഡുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബാലൻസ് വന്നിട്ടുള്ള മേൽഭാഗത്തെ പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ബാൻഡിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡിനും കൂടിയിട്ട് നമുക്ക് 2 ഇഞ്ച് വേണം. കൂടെ 1 ഇഞ്ച് സീം അലവൻസും വേണം. ടോട്ടൽ 3 ഇഞ്ചാണ് നമ്മളെ ബാൻഡിൻ്റെ വീതി എടുക്കേണ്ടത്. നീളം എടുക്കേണ്ടത് 27 ഇഞ്ചും വീതി എടുക്കേണ്ടത് 3 ഇഞ്ചുമാണ്. ഇതുപോലുള്ള 2 പീസുകളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാൻഡിനെ മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2ൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല ഭാഗത്ത് നമുക്കിതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പീസിൻ്റെ മേലേക്ക് 2ാമത്തെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2ൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ചേർത്ത് വെക്കേണ്ടത്. അതിനുശേഷം മേൽഭാഗത്തു നിന്ന് തുടങ്ങി ക്രോച്ച് വരെ 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 പീസുകൾ തമ്മിൽ ഒന്നിച്ചാകും. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ 2 ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 2 ജോയിൻ്റ് വന്ന ഭാഗവും സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. അരവണ്ണം വരുന്നത് 42 ഇഞ്ചാണ്. അതിൽ നിന്ന് 5 ഇഞ്ച് മൈനസ് ചെയ്ത് 37 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി 5 ഇഞ്ച് പോരാ, കൂടുതൽ ടൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 6, 7, 8 ഇഞ്ചൊക്കെ മൈനസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി മേൽഭാഗത്ത് 1/2 ഇഞ്ച് മടക്കി ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഒന്നും കൂടി ഇതുപോലെ മടക്കി താഴത്തെ തയ്യൽ തുമ്പിനെ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ബാക്കി ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത 1 ഇഞ്ചിലൂടെ ഇതിന് ഫുള്ളായിട്ട് കയറ്റി അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് 2 അറ്റങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് ഒരു 5ഓ 6ഓ സ്റ്റിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ വിട്ടിട്ടുള്ള 2 ഇഞ്ചിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചുരുക്കുകളെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വലിച്ച് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ 2 ഭാഗത്തു നിന്നും ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ 1-2 വട്ടം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാൻറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു കംഫർട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെൻറ്ററിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മേൽഭാഗത്തെ സ്റ്റിച്ചിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് കാലിൻ്റെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ക്രോച്ച് വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 സൈഡിലും മറ്റേ സൈഡിലും താഴെ നിന്ന് തുടങ്ങി മേൽഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അടുത്തതായിട്ട് കാലിൻ്റെ റൗണ്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആദ്യം 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 1/2 ഇഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് റോൾ ഹെം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. താഴ്ഭാഗത്തും നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.